ഹലോ മച്ചന്മാരെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാവരും പറയുന്നത് ഹൈഡ്ര വെച്ചിട്ട് നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് ചെയ്തിട്ട് പാസ്വേഡ് പൊട്ടിക്കാമെന്ന് വരും ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിന്ന് നോക്കിയത് ജസ്റ്റ് നമുക്ക് എങ്ങനെ നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് പൊട്ടിക്കാം. ബ്രൂട്ട് ഫോഴ്സിങ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് ഡയറക്റ്റ് ക്രാക്കിംഗ് അല്ല. ഓക്കെ, അപ്പോൾ ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് അവൻ്റെ അക്കൗണ്ട് കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോട് ചോദിച്ചാൽ എന്തൊക്കെ, ഞാൻ വേറെ പണിയൊന്നും ചെയ്യാണ്ട് ഞാനോട് ചോദിച്ചു, എടാ നിൻ്റെ ഏതൊക്കെ എന്തൊക്കെ പാസ്വേഡാണ് അവൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൂടി ചോദിച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ എൻ്റെ പാസ്വേഡ് ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവൻ്റെ ആ പാസ്വേഡിൻ്റെ ഫുൾ കോമ്പിനേഷൻ ഞാൻ ഉണ്ടാക്കി. ഇവിടെ ഇപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. ഇതൊക്കെ ജസ്റ്റ് ഉണ്ടാക്കിയ കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു ഇതിലിട്ട് നോക്കിയതാണ്. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ അങ്ങനത്തെ രീതി. അപ്പോൾ ഇതാണ് അവൻ്റെ ഇതിൽ വെച്ചിട്ട് തന്നെ ഞാൻ അറൗണ്ട് ഒരു 1000-ന് മുകളിൽ വേർഡ് ലിസ്റ്റ് ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 1000-ന് മുകളിലാണ് ഞാൻ ഇവിടെ വേർഡ് ലിസ്റ്റ് ഉണ്ടാക്കിയത്, അവൻ്റെ ആ ഒരു ഇത് മാത്രം വെച്ചിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഹൈഡ്രയാണ്. ഹൈഡ്ര നിങ്ങൾക്ക് അറിയാം, ബ്രൂട്ട് ഫോഴ്സിങ്ങിന് യൂസ് ചെയ്യുന്ന ഓൺലൈൻ ഇതാണ്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് നമ്മുടെ കാലി ലിനക്സിൽ റൂട്ട് ടെർമിനൽ എടുത്തു, നിങ്ങളുടെ പാസ്വേഡ് കാലിയിൽ നിന്ന് തന്നെ അടിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയി വരും. ഓക്കെ, അപ്പോൾ ഓപ്പണാക്കി ഇനി ഞാൻ ഇവിടെ അടിച്ചിട്ടുള്ളത് ഹൈഡ്രനെ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഹൈഡ്ര എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും എങ്ങനെയാണ് ഹൈഡ്ര ഇതാക്കേണ്ടത്. അപ്പോൾ ഹൈഡ്രയിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ലോഗിൻ സാധാരണ ഒരു ഫയലിലാണെങ്കിൽ സ്മോൾ ലെറ്റർ L. ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് പേരറിയാം, പേര് അഡ്മിനാണ്, അപ്പോൾ നിങ്ങൾ സ്മോൾ ലെറ്റർ L വെക്കുക. പേരറിയില്ല, ഫയലാണ്, ഫയലിൽ കുറേ പേരുണ്ട്, ആ ഫയലിൽ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ L വെക്കുക. അതുപോലെ തന്നെയാണ് പാസ്വേഡും. പാസ്വേഡ് ബ്രൂട്ട് ഫോഴ്സ് ചെയ്യണമെങ്കിൽ P വെക്കുക. നോർമൽ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. സാധാ പാസ്വേഡാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പാസ്വേഡ് അറിയാം, അപ്പം സ്മോൾ ലെറ്റർ ഇത് വെക്കാം. അപ്പം ഞാൻ അവൻ എനിക്ക് തന്നിട്ടുള്ള ഇമെയിലും അയച്ചു തന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഒരു വലിയ വീഡിയോ തന്നെയായിരിക്കും ഇത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു തരികയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ല എന്ന്. ജസ്റ്റ് ഡയറക്റ്റ് വീഡിയോ എടുക്കുകയാണ്, ഞാനിതിൽ വേറെ ഇതൊന്നും തേങ്ങ ചെയ്തിട്ടില്ല. അപ്പോൾ അവൻ എനിക്കിപ്പോൾ തന്ന ഇമെയിലും എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ ആ ഇമെയിലും വെച്ചിട്ട് ഞാനൊരു ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ പാസ്വേഡ് 007 ആണ്, 007. അവൻ്റെ ഇമെയിലും പറഞ്ഞു, പക്ഷെ 007 വെച്ച് നോക്കുമ്പോഴും അവൻ്റെ ഇമെയിൽ ഓപ്പൺ ആയി വരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം പാസ്വേഡ് വെച്ചിട്ട് നമുക്ക് കോമ്പിനേഷൻ അടിച്ച് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട് ഹൈഡ്രയുടെ. അപ്പോൾ ഞാനത് കുറേ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഹൈഡ്ര ഇതാണ് എൻ്റെ ഇമെയിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് അടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം L കുട്ടു P ഇവിടെ ക്യാപിറ്റൽ P ആണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോർമാറ്റിന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് 2 കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കിട്ടും. ശേഷം സ്മോൾ ലെറ്റർ LS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് പ്രോക്സിയിലാണ് അവിടെ X ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു പോർട്ട് നമ്പർ ഉണ്ടാവും. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് 565 2 പോർട്ട് നമ്പറിനെ ഉള്ളൂ, 567 അതുപോലെ തന്നെ 565. അത് രണ്ടും സെർവറിൻ്റെ ജിമെയിലിൽ ഇതാണ്. ആൻഡ് ടൈം കൊടുത്തിട്ടുണ്ട് ഒരു വട്ടം. പിന്നെ സാധാരണ STMP ജിമെയിലാണ് വരിക, അവരുടെ അഡ്രസ്സ് വരിക, ആൻഡ് STBMP അതാണ് രണ്ടും പ്രോക്സിം വരിക. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇത് എത്ര ടൈം എടുക്കുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഫസ്റ്റ് വൺ അതാണ്, ടൈം നല്ല രീതിയിൽ എടുക്കും. അപ്പോൾ അവൻ പറഞ്ഞത് 007 ആണ്, 007 വന്നില്ല. പക്ഷെ ഞാനിത് 2 വട്ടം ചെക്ക് ചെയ്ത് നോക്കി. 2 വട്ടം ചെക്ക് ചെയ്തപ്പോഴും 2 വട്ടം 2 പാസ്വേഡ് വന്നത്. അതാണ് എനിക്ക് ആകെ അതിശയായ പോലെ ഇത് ഇതെന്ത് സംഭവം എന്ന് വിചാരിച്ചു. അതാണ് ഞാൻ ഇതിൽ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് അതേ സെയിം സാധനം തന്നെ നമ്മൾ പാരറ്റിലും ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഹൈഡ്ര ഇവിടെ അവിടെയും വ്യത്യാസം വരുന്നത് സിമ്പിൾ വ്യത്യാസം തന്നെ വരുള്ളൂ, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. അപ്പോൾ ഞാനിവിടെ പാരറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ടെർമിനൽ എടുക്കണം. ടെർമിനൽ എടുത്തു, ഇതിനെ റൂട്ട് ചെയ്യണം. SU റൂട്ടാണ് വരിക. പാസ്വേഡ് ചോദിക്കാം. പാസ്വേഡ് ജസ്റ്റ് നോക്കട്ടെ, റൂട്ടായി. എന്നിട്ട് ഞാനിവിടെ Ctrl+Shift+V എന്ന് അടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇതാവുള്ളൂ. അപ്പോൾ നിങ്ങളത് ചെയ്യാൻ മറക്കരുത്. Ctrl+Shift+V സാധാരണ ഇതിൽ തന്നെ Ctrl+Shift+V ആണ് മാത്രം വരുമെന്ന് മാത്രം. ഓക്കെ, ഫുഡ് കഴിച്ചിട്ടുള്ളൂ.
അപ്പോൾ ഇവിടെയും ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്, അത് ഇവിടെ കൊടുക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഇവിടെയും നമുക്ക് കുറച്ച് ചെറിയ ഷെയ്ഡ് വരുന്നുണ്ടെങ്കിലും ഇവിടെ കമ്മാണ് ജസ്റ്റ് ഇവിടെ കളഞ്ഞു. ഇവിടെയും കളഞ്ഞു. അപ്പോൾ സ്പേസ് ഇതിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഇതിൽ ആദ്യമായിട്ടാണ് ഇത് ചെക്ക് ചെയ്ത് നോക്കുന്നത് STB ഈ പാരറ്റിൽ. ഓക്കെ, ഇതിൽ വർക്കിംഗ് ആവുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കുകയാണ്. വർക്കിംഗ് ആയ ലെക്കാണ്, അല്ലെ മൂഞ്ചലാണ്. ഓക്കെ, ആവുന്നുണ്ട്, അറ്റംപ്റ്റ്സ് നടക്കുന്നുണ്ട് കേട്ടോ. കുറവ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടെ വലിച്ച് നീട്ടി കളിച്ചാൽ സോറി. അപ്പോൾ ഇതിലെതിരാണ് ശരിക്കുള്ള പാസ്വേഡ് കിട്ടണമെന്നല്ലോ. അതാണ് ഞാനിവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ പാരറ്റിൽ നടക്കുന്നുണ്ട്, കാലിയിലും നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടും ഒരു ഇതിലാക്കുമ്പോൾ അറൗണ്ട് 70, 80, 87, 88 എടുക്കുന്നുണ്ട്. അറ്റംപ്റ്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൂടെ കാണാം. നമ്മൾ വേണമെങ്കിൽ ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ 91 അത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഒരേ സിസ്റ്റത്തിൽ കാലി പാരറ്റ് കൂടി ഇതിൽ അവിടെ ഇപ്പോൾ ജസ്റ്റ് ഹൈഡ്രായി കൊണ്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കണമല്ലോ കേട്ടോ. അത് വേറെ തെറ്റൊന്നും ഉണ്ടാവണ്ട. പാസ്വേഡ് കറക്റ്റായി കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. ഓക്കെ, അപ്പം ഞാൻ രണ്ടിലും സെയിം പാസ്വേഡ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ അപ്പനെ മനസ്സിലാക്കാമല്ലോ. വിട്ടോ. അപ്പോൾ ഞാനിത് ഓൾറെഡി ചെക്ക് ചെയ്ത് നോക്കി, പക്ഷെ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എന്തായാലും എടുത്തോളാം വിചാരിച്ചിട്ട് എടുത്തത്. പിന്നെ നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിലും കുറേ ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിൽ തന്നെ കുറേ ആൾക്കാർ ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയത്. എൻ്റെ കോഡിൽ വലിയ വ്യത്യാസം ഉള്ളത് കൊണ്ടാണോ, അല്ല ഞാൻ യൂസ് ചെയ്ത സർവർ തെറ്റി കഴിഞ്ഞാൽ വരില്ല. അത് ഒരു വ്യത്യാസം, ഒരു പ്രശ്നമുണ്ട് ഇതിൽ. സർവർ തെറ്റി കഴിഞ്ഞാൽ റണ്ണാവില്ല, അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ അതൊക്കെ കറക്റ്റ് നോക്കി നമ്മൾ ടാർഗറ്റ് ചെയ്ത് STP ജിമെയിലിലേക്ക് തന്നെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്ത് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അറ്റംപ്റ്റ്സ് ആവുന്നുണ്ട് ഇവിടെ. എനിവേ കുറച്ച് നേരം നിങ്ങളിത് ടൈം സ്പെൻഡ് ചെയ്യും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഓണായി കഴിഞ്ഞാൽ എത്ര ആയി നോക്കിയിട്ട് ജസ്റ്റ് അപ്പോൾ ആ ടൈമിൽ വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ മച്ചാമാരെ ഞാൻ ഒരു അങ്ങനെ പോലും നല്ല കുറച്ച് ടൈം എടുത്തിട്ട് ഇതിപ്പോൾ ചെറിയ പണിയിലായിരുന്നു. ഞാൻ ജസ്റ്റ് പോസ്റ്റ് ചെയ്തു. ഇവന് നിങ്ങൾക്ക് അത്ര നേരം കാലിമാക്സ് ഇപ്പോഴും റണ്ണിങ്ങാണ്. ഇവിടെ ഒരാൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ജസ്റ്റ് നോക്കിയാണ്. ഇവിടെ 129 പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഇത് ഞാൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് കാണിക്കുകയാണ്, അല്ലാണ്ട് ഞാനിതിൽ വേറൊരു തേക്കും കാണിച്ചിട്ടില്ല. ഓക്കെ, പറയാം ബ്രോ അവിടെ എന്തുണ്ട് മറ്റേതുണ്ട് പറയണ്ട. ഇത് ഞാൻ കറക്റ്റ് അത് നോക്കി, കറക്റ്റ് സർവർ നോക്കി, അഡ്രസ്സ് നോക്കി, പ്രോക്സി നോക്കി, ഒക്കെ നോക്കി തന്നെയാണ് ഇത് അടിച്ചിട്ടുള്ളത്. കുറച്ച് നെറ്റിൻ്റെ പ്രശ്നമുണ്ട്. ഞാനിപ്പോൾ വള്ളി തന്നെ എടുക്കുന്നത്, പക്ഷെ അതിൻ്റെ ആയിരിക്കാം. ഓക്കെ, ജിമെയിലിലേക്കല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. ആണോ നോക്ക് ഈ ചുവപ്പ് കളറ് ഓണം അവിടെ കേട്ടാ. രണ്ടും കൂടിയിട്ട് മറ്റും കൂടെ പൊളിച്ചടക്കി ജസ്റ്റ്. അപ്പോൾ ഒരു ഐഡിയ നമുക്ക്, ഇതിപ്പോൾ ഇതിലെന്താണോ ലോഡായി വരുന്നില്ല. അവിടെ 200 സംതിങ് റണ്ണിങ് ആട്ടാ. നിങ്ങളെന്താ ആലോചിക്കണേ, അവിടെ 200 സംതിങ്ങിന് റണ്ണിങ് ആയിട്ട് ഓടിരിക്കുകയാണ്. എന്താ സംഭവം എന്ന് അറിയില്ല. കാലിയുടെ പ്രശ്നമാണോ? ആദ്യം എനിക്ക് കാലിയിൽ 0.91 കിട്ടി. പിന്നെ വീണ്ടും 200 സംതിങ്ങിന് കിട്ടി. പിന്നെ ഇത് ഞാൻ കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ അവൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓടാ ഞാൻ എത്രയത് വലിയ പാസ്വേഡ് അടിച്ചെടുത്തില്ല എന്ന് പറഞ്ഞേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്യണം. അപ്പോൾ ഇതിൽ എത്ര പെർസെൻറ്റേജ് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു ഇതാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, പാസ്വേഡ് എല്ലാത്തിൻ്റെയും പൊട്ടിക്കാൻ പറ്റില്ല എന്നല്ല പറയുന്നത്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അറിയാം എത്ര വലിയ ഇതാണെന്ന്. ഓക്കെ, ഇത് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് സമ്മതിക്കാം പാരറ്റിൻ്റെ കളിയുള്ളൂ. ഓക്കെ ഗൈസ്, 100 സംതിങ്ങിൻ്റെ ഇതുവരെയായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ എന്നിട്ട് എൻ്റെ പാസ്വേഡ് വെച്ച് നോക്കി, അതും വരുന്നില്ലേ. അതാണ് കടുപ്പം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിയിൽ എൻ്റെ ശരിക്കുള്ള പാസ്വേഡ് വെച്ച് ഞാൻ ചെയ്ത് നോക്കി, അപ്പോഴും ഓടാ അവിടെ ഒന്നുമില്ല.
ഇത് ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ വല്ല പ്രോക്സിയുടെ പ്രശ്നമാണോ മറ്റേതിൻ്റെ പ്രശ്നമാണോ? പക്ഷെ ഞാൻ 2 വട്ടം 3 വട്ടം കൺഫേം ചെയ്ത് നോക്കി, അപ്പോഴും ഇത് തന്നെയാണ് സംഭവം. ഇപ്പോൾ ഞാൻ പിന്നെ വെച്ചാൽ എന്തുവാ തേങ്ങയാണോ വിചാരിച്ചു. പാസ്വേഡ് കറക്റ്റല്ല ഗൈസ്. അപ്പോൾ പാരറ്റിൻ്റെ കാര്യം വിടാം. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേറൊരു രസം കൂടി കാണിച്ചു തരാം. ഇപ്പോൾ 129 കാണിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ വേറെ ടിസ്റ്റ് കാണിച്ചു തരാം. ഇത് എത്ര % വർക്കിംഗ് ആണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ പ്രൂവ് ചെയ്യുകയാണ് ഇവിടെ. ഇതൊന്നും വർക്കിംഗ് അല്ല എന്നല്ല പറയണത്, പക്ഷേ നമുക്ക് കാണിക്കണമല്ലോ. വെറുതെ നമ്മൾ ആൾക്കാരെ പറ്റിക്കുന്ന പോലെ ആൾക്കാർ പലതും കാണിച്ച് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. നമുക്കിതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കണം. ദാറ്റ്സ് ഓൾ. ഇത് വെച്ചിട്ടാണ് നോക്കുന്നത്. പിന്നെ ജോൺ റിക്കറൊക്കെ വെച്ചിട്ട് നമുക്ക് ഇനി കുറച്ച് പരിപാടികളുണ്ട്. ഡോണ്ട് വറി, സ്റ്റിൽ സ്റ്റേ ട്യൂൺ. അപ്പോൾ ഇതാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. stp.gmail.com stp@gmail.com അല്ല വരിക, ഡോട്ടന്നെ വരാറ്. അറ്റടിച്ചിട്ട് നോക്കിയോളാം. സാധാരണ ജിമെയിലിൽ അങ്ങനെയല്ല വരിക. അപ്പോൾ ഇനി അതിൻ്റെ ആണോ എന്ന് ഇനിയിപ്പോൾ ആൾക്കാർക്ക് ഡൗട്ട് വേണ്ട. ഓക്കെ, ഇപ്പം അതിൻ്റെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ പ്രൂവ് ചെയ്യാം. ഞാൻ അറ്റടിച്ചു കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്നില്ല. ഇത് കണ്ട, കുഡ് നോട്ട് റിസോൾവ് ദി അഡ്രസ്സ് കറക്റ്റ് അല്ല എന്നാണ് പറയുന്നത്. ശരിക്കുള്ള അഡ്രസ്സ് തന്നെയാണ് മറ്റത്. അപ്പോൾ അത് വെച്ച് ഒന്നുകൂടി ട്രൈ ചെയ്ത് വേണ്ട. നമുക്ക് Ctrl+Shift+V രജിസ്റ്ററാണ്. ഇവിടെ കാണാം ഭയങ്കര വാണികൾ തന്നെ. ഹൈഡ്ര റെസ്പോൺസ് പോസിറ്റീവ്സ് ബ്രൂട്ട് ഫോഴ്സ് ഹൈഡ്ര ഡിറ്റക്ട് ടു സെൽ ഫോൾ പോസിറ്റീവ് യു ആർ എനിത്തിങ് ലീഗൽ റൈറ്റ്. അപ്പോൾ അടുത്ത് വീണ്ടും റൺ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് അപ്പുറത്തെ അപ്പോൾ ഇത് വിട്ടിട്ട് അപ്പോൾ അടുത്തതിൻ്റെക്ക് ചാടിപ്പോവാം. അപ്പോൾ എടാ ഇപ്പോഴും റണ്ണിങ് ആണ്. 1000 വരെ ഞാൻ കൊടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ചിരി വരെ. നേരത്തെ എനിക്കൊരു വട്ടം കിട്ടിയത് ഞാൻ പറഞ്ഞില്ലേ, 0.91 കിട്ടി, 0.91 കിട്ടി, 127 കിട്ടി, വീണ്ടും മറ്റേ കിട്ടി. ജസ്റ്റ് പറയണം കേട്ടോ കേസ്. അല്ലാണ്ട് ഇപ്പോൾ ഇത് ആർക്കെങ്കിലും ചെയ്തിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് അടിക്കുക. കമൻറ്റിൽ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹൈഡ്ര ചെയ്ത് നോക്കിയിട്ടേ അതിൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ ആരുടെയാണ് കറക്റ്റായി. ഇന്നിപ്പം എൻ്റെ മിസ്റ്റേക്ക് ആവാൻ ചാൻസ് കുറവാണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിലെല്ലാ കോഡുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് കുറേയൊക്കെ അടിച്ചു നോക്കി. ഇതിൽ 2 പ്രോക്സി ഉണ്ടെന്ന് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 567 വെച്ച് നോക്കി, പക്ഷെ റണ്ണാവുന്നില്ല. അത് അപ്പം തന്നെ ക്യാൻസലായി പോവുക. അപ്പോൾ അതാണ് ഞാൻ 467 വെച്ചിട്ടാണ് റൺ ചെയ്യിപ്പിക്കുന്നത്. റണ്ണിങ് തന്നെയാണ് കേസ്. കറണ്ട് ബില്ലത് കത്തും. അപ്പോൾ 35 കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഇരിക്കണതിന് മുകളിൽ ഞാനൊരു വട്ടം ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഇതല്ല, മറ്റേ ചെക്ക് ചെയ്ത് ഇതല്ല. അയ്യോ, ഇനി നമുക്ക് ഹൈഡ്ര അല്ലെങ്കിൽ വേറെ ടൂളും വെച്ചുകൊണ്ട് നോക്കി നോക്കാം. പക്ഷേ ഇപ്പോൾ ആൾക്കാർ പറയുന്നത് ഹൈഡ്ര യൂസ് ചെയ്ത് നോക്കുക, ഹൈഡ്രയിൽ കിട്ടും മറ്റേതാണെന്നൊക്കെ പറയുന്ന ആൾക്കാരോട് വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. ഐ പ്രസൻറ്റ് ടു യു എന്ന് പറയുന്ന പോലെ നിങ്ങൾക്കാണ് ആ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത്. അയ്യോ, നിങ്ങൾക്ക് ഇതിൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഞാൻ ഓൾറെഡി ചെയ്ത് വർക്കിംഗ് ആണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടി തന്നെയാണ് ഞാനത് വിട്ടെടുത്തത്. ഓക്കെ, ഇതിൽ റണ്ണിങ് ആയിട്ട് 53. അറൗണ്ട് ടൈം 2:29 കേട്ടോ. എൻ്റെ കാലിച്ചേട്ടാ. അയ്യോ, ഗൈസ് 427 കേട്ടോ. കേട്ടല്ലോ, എല്ലാവരും കണ്ടല്ലോ, 427. അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിത് കോപ്പി ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് Ctrl+Shift+C അടിച്ചു കഴിഞ്ഞാൽ കോപ്പിയാവും. നമ്മുടെ സെയിം തന്നെയാണ്, പക്ഷേ അതിൽ ഷിഫ്റ്റ് കൂട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ന് ജസ്റ്റ് എനിക്ക് മെസ്സേജ് ഇവിടെ ട്രൈ ഒക്കെ ഒന്നുകൂടി അടിച്ചു നോക്കാം. ഇതിൽ ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്താൽ വീണ്ടും അടിക്കാനല്ലോ പാസ്. ഇത് പാറി പിടിക്കുന്ന പരിപാടികളാണ്. രാഹുൽ കൂട്ടു, നിങ്ങൾ വേറെ ഇമെയിൽ വെച്ച് ചെയ്തായിട്ടാ അല്ല, എല്ലാവരും കൂടി ഒരേ ഇതിൽ ചെയ്യരുതേ. കൂട്ടറിനെയും ജസ്റ്റ് ഒരു വീഡിയോക്ക് വേണ്ടി ഞാൻ പ്രോസസ്സ് ഇതിന് വേണ്ടി ഇട്ടതാണ്. ജസ്റ്റ് വേറെ ഇതായിട്ട് ചെയ്യാൻ നിൽക്കരുത്. ഇത് ഞാൻ എഡ്യൂക്കേഷണൽ പർപ്പസ് രീതിയിൽ തന്നെ കാണിക്കുന്നത്. ചിലപ്പോൾ പറയാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ വന്നില്ല എന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവരിൽ വരാണ്ടിരിക്കില്ല എന്നല്ല പറയണം. ചിലപ്പോൾ വരാം, വന്ന് കിട്ടി കഴിഞ്ഞില്ലേ അവിടെയാണ്. പക്ഷെ നമ്മുടെ ജിമെയിൽ ഇതിപ്പോൾ പണ്ടത്തതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആയി എന്നൊക്കെ വരാം, പക്ഷെ വന്നില്ല ഗൈസ്.
പ്രൂവ്ഡ്, ഇത് ഹെൻസ് പ്രൂവ്ഡ്. നമ്മളിവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നു. ഹൈഡ്ര വെച്ചിട്ട് ജിമെയിൽ ഐ ഡി പൊട്ടിക്കാൻ പറ്റില്ല. ജിമെയിൽ ഐ ഡി അതിൻ്റെ അത് വെച്ചിട്ട് പൊട്ടിക്കാൻ ചാൻസ് 100%-ലും 20% പൊട്ടിക്കാനുള്ള ചാൻസ് ഉള്ളൂ, അല്ലെങ്കിൽ 10% ചാൻസ് ഉള്ളൂ എന്ന് ഞാനിവിടെ പ്രൂവ് ചെയ്യണം. ബിക്കോസ് ഞാനത് കുറേ വട്ടം ഇതിൻ്റെ മുകളിലിരിക്കും, അതുകൊണ്ടാണ് ഈ കേസ് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയത് 120 അല്ലല്ലേ? ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. രാവിലെ കിട്ടു 99. അടിസാക്കേ അല്ല ഗൈസ്. അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഞാനവിടെ പ്രൂവ് ചെയ്തു. ഓക്കെ, ബൈ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിൽ പിന്നെയും കാണാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഞാൻ അടുത്ത കുറേ ടൂളുകളുണ്ട് ഇതിൽ. എന്തൊക്കെ എത്രണ്ണം വർക്കിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല. ഗ്രൂപ്പ് ഷോട്ട് വെച്ചിട്ട് ആൾക്കാർ കാണിക്കുന്ന പോലെ ഇത് ട്രാഫിക്ക് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാം, അത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് നോക്കെ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. പിന്നെ ക്യാമറ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും, അത് എൻ്റെ മൊബൈലിൽ എടുക്കുന്നതുകൊണ്ടാണ് ക്ലാരിറ്റി കുറവ്. ഓക്കെ, ഇവിടെ കുറേ നമ്മുടെ കയ്യിൽ ഇതുണ്ട്, പാസ്വേഡിൻ്റെ. ഇത് വേണ്ടവർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തരാം കേട്ടോ. നമുക്ക് തരണതിന് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എക്സൽ എടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് കൂട്ടുകാർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരോട് പറയുക ഇങ്ങനെ ചെയ്ത് നോക്കുക. പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് ഏതൊക്കെ ഇനി വർക്കിംഗ് ആവുമെന്ന് നോക്കട്ടെ. ഇനി പറ്റുകയാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ഇതുപോലെ തന്നെ ആയിരിക്കാം. ഓക്കെ, നോക്കട്ടെ. ഇൻസ്റ്റാഗ്രാം പറ്റുകയാണെങ്കിൽ അതും ചെയ്യാം കേട്ടോ. ഓക്കെ, shut down man, shut down. Okay, bye.